അസ്സലാമു അലൈക്കും. സാബി വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബിത്താക്കും സുഖം തന്നെ. ഇന്ന് ഞങ്ങളെ നോമ്പിൻ്റെ കിച്ചണിലാണുള്ളത്. എടുത്തു വെച്ചോ. നോമ്പിൻ്റെ കിച്ചണിലാക്കാനുള്ളത്. രാജകുമാരി അങ്ങനെ എടുത്തെടുത്ത് വെക്കുകയാണ്. കോഴിയട അങ്ങനെ കറികൾക്കെല്ലാം തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇപ്പം നമ്മളെ മരുമോൾ ഇങ്ങനെ വളയിട്ട കൈകൊണ്ട് നൂൽപുട്ടിനിങ്ങനെ കുഴച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ഹോട്ടൽ പണിക്കാരത്തിയൊന്നല്ല, മരുമോളാണ് പണീൻ്റെ പണിസാനെല്ലാം കെട്ടിയിട്ട് അങ്ങനെ വളയിട്ട കൈകൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ്. മുട്ട വെച്ചിട്ടുണ്ട്. ഉള്ളിവട എല്ലാവർക്കും ഉള്ളിവട ഭയങ്കര ഇഷ്ടപ്പെട്ടിക്ക്. അങ്ങനെ ഉള്ളിവട ഇവർ ഇന്ന് സ്പെഷ്യലായിട്ട് പിന്നെ ആക്കുന്നുണ്ട്. പഴംപൊരി അവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. മക്കള് ഇതെല്ലാം പോയി. അങ്ങനെ ഇതാ കോഴിയാട അങ്ങനെ നെയ്യിൽ നിന്ന് നീന്തി മുങ്ങി കളിക്കുകയാണ്. എന്നാൽ എൻ്റെ കയ്യങ്ങാൻ പൊള്ളുക. മുട്ടയാണ് പുഴുങ്ങി വെച്ചത്. ഇന്ന് മുട്ടക്കറിയും പത്തിലാണ്. ഇറച്ചി വിടാൻ ഇഷ്ടമല്ല. അങ്ങനെ ഷുറൂക്ക് ഇങ്ങനെ എച്ചിയാ കോഴിയാന്നറിയും. അതുകൊണ്ട് ഇയാൾ മീൻകറിയല്ല മുട്ടക്കറിയും പിന്നെ എന്തെങ്കിലും പറയാ മീൻകറിയും നൂൽപുട്ടും. അങ്ങനെ ഇല്ല, മീൻ ഫ്രിഡ്ജിൽ നിർത്തി വെച്ചിട്ടില്ല. അങ്ങനെ ഇൻഷാ അള്ളാ ഇങ്ങനെയാണ് നമ്മളെ കിച്ചൺ. ഇങ്ങനെയാണ് നമ്മളെ മോനെങ്കിൽ ഒരു ഗിൽസ് പറഞ്ഞിട്ടൊക്കെയുണ്ട്. നമുക്ക് മീൻ എടുക്കുക കിച്ചൻ്റെ അകത്തുനിന്ന്. മക്കളെല്ലാം ഇങ്ങനെ ഇവിടെ കിടന്നിട്ടുണ്ട്. എല്ലാവർക്കും നോമ്പാണ്. വലിയ കുട്ടിയൊക്കെ നോമ്പാണ്. അയ്യോ, ഫ്രിഡ്ജ് തുറന്ന് നമ്മളെ ഞാന പോലത്തെ ഫ്രിഡ്ജ്. പിന്നെ ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെ പിന്നെ ടൗണിൽ തന്നെ ആയതുകൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ ഇറച്ചിയും മീനും ഒരു മാസത്തേക്ക് വാങ്ങിക്കൊണ്ടാക്കൊന്നും ചെയ്യേണ്ടിയില്ല. നേരെ ഞങ്ങൾക്ക് വാങ്ങിക്കൊണ്ടുവരാൻ. ഞങ്ങൾ ടൗണിൻ്റെ മുറ്റത്താണ്. ഫ്രഷ് തിന്ന ഇത് ഇതൊക്കെ പൊയ്യിക്കില്ലല്ലോ. ഇത് അൽവാസി തന്ന ചക്കയാണ് മക്കളെ. അത് പൊയ്ങ്ങിക്കൂല, അതിന് തൊട്ടുക്കൂല. എല്ലാം ഉള്ളൂ. അങ്ങനെ കിച്ചൻ്റെ അകത്ത് ഇങ്ങനെ ഇതാക്കുകയാണ്. രാവിലത്തെ പണിയും കാര്യമെല്ലാം വീഡിയോ എടുക്കാൻ അങ്ങ് മറന്നു മക്കളെ. അങ്ങനെ രാജകുമാരി പൊരിച്ച് ഇടുകയാണ്. പൊരിക്കാം. കോരി ഇടുക. പാത്രം എടുത്തേക്കാം. അതിൽ തന്നെ ഇടുന്ന അതിൽ തന്നെ ഇട്ട് അങ്ങനെ വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അള്ളാ ഇനി നമ്മളെല്ലാം ആക്കട്ടെ. ഇനി തയ്യാറാക്കി കൊണ്ടുപോകുന്നതെല്ലാം നിങ്ങൾക്ക് കാണിക്കാം. മീനിങ്ങനെ തളാനാണ്, നല്ല വലിയ തളാനാണ്. അങ്ങനെ എല്ലാമാണ് മക്കളെ. കുറച്ചും കൂടിയും ഇതിൽ പെറുക്കിക്കൊണ്ട് കൊടുക്കുകയാണ്. ഞാനിങ്ങനെ ഇതെല്ലാം ഞാൻ പരത്തി വെച്ചതാണ്. ഇങ്ങനെ ഹെൽപ്പിൽ ഇങ്ങനെ വെക്കട്ടെ. കടലാസെല്ലാം വെച്ചാക്കിയതാണ്. ഇൻഷാ അള്ളാ നിങ്ങളിതെല്ലാം നോക്കി നിന്നാൽ നിങ്ങളെ പണി തീരൂല. ഓക്കെ മക്കളെ. അങ്ങനെ പിന്നെ കിച്ചൻ്റെ അന്ന് അതെല്ലാം വീഡിയോ എടുത്ത് കുറേ പണിയെടുത്ത് നോക്കുമ്പോൾ ജ്യൂസ് അടിക്കുള്ള ചക്ക എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ പോയി വാങ്ങിക്കൊണ്ടുവന്ന്. ഞങ്ങൾക്ക് ഇവിടെ മുറ്റത്തിറങ്ങിയാൽ മതി. കുറേ ഫ്രിഡ്ജിൽ വാങ്ങി ഒന്ന് കൊണ്ടാച്ചിക്ക്. ഇന്നലെ കുറേ വാങ്ങിക്കും. കാരണം നമ്മളെ വീട്ടിൽ ആളില്ല. എല്ലാം കഴിഞ്ഞല്ല. മറ്റേ ഫ്രൂട്ടുകളെല്ലാം അവിടെ ഉണ്ട്. പക്ഷെ ജ്യൂസ് അടിക്കുക ഇന്നലെ ക്ഷമാമുള്ളത് കൊണ്ട് അത് ജ്യൂസ് അടിച്ച് ഇന്ന് പൈനാപ്പിൾ വാങ്ങിയതാണ്. അതാണ് വീട്. സൂപ്പർ മാർക്കറ്റ് തിരിഞ്ഞ് നിന്നാൽ അവിടെയാണ് സൂപ്പർ മാർക്കറ്റ്. പിന്നെ എന്താ ടൗണ് എല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ സ്ഥലമില്ലെങ്കിൽ എന്താ ഓടുക റോഡ് മുതലേക്ക്. ഞങ്ങൾ ഇത്ര സൗകര്യമുള്ള സ്ഥലമാണ് ഞങ്ങൾ. അങ്ങനെ ഇതെല്ലാം വാങ്ങി ഗേറ്റ് തുറക്കുകയാണ്. എൻ്റെ മളേ അങ്ങനെ ഗേറ്റ് തുറന്ന് നമുക്ക് നേരെ കിച്ചൻ്റെ അകത്തൊന്ന് ചെന്നു. ഞാനിത് വാങ്ങുകയും ചെയ്യണം, കൊടുക്കുകയും ചെയ്യണം, നോക്കുകയും ചെയ്യണം. ഓക്കേ.
നേരെ കിച്ചണിൽ വന്ന് മുട്ട ഇറക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് പൈനാപ്പിൾ വാങ്ങിയ പൈനാപ്പിൾ പഴുത്തിക്കില്ല ഏടി ഉള്ള പഴുത്ത നോക്കിയിട്ട് വാങ്ങിയതാ. തേങ്ങ ഞാനിവിടെ ജ്യൂസ് അടിച്ച് വെച്ചിട്ട് പോയതാണ്. മുട്ടക്കറി നല്ല അടിപൊളി മുട്ടക്കറി. ഉള്ളിയും വലിയ ഉള്ളിയും പച്ചമുളകും നല്ല കടുവ് നെയ്യിൽ വാട്ടുക. അങ്ങനെ അടുപ്പല്ലോ ഇനിയില്ല. ഇവിടെ ആദ്യം ഇവിടെ ഒരു ഗ്യാസ് അടുപ്പുണ്ടേനു. അതുള്ള സമയത്തൊക്കെ നല്ല സുഖമായിരുന്നു. നോക്കുമ്പോൾ അത് കുറേ പഴയതായതുകൊണ്ട് അതിനെ കളഞ്ഞ് അതിനെല്ലാം തീരുവാനായി. ഇതെന്താ അത് കീച്ചകളെന്ന് ആയിരുന്നില്ല. ചെറിയ അടുപ്പല്ലേ, ചെറിയ അടുപ്പല് ഒന്ന് ചെറുതും ഒന്ന് കറങ്ങി വരുന്നില്ല. അത് ഭയങ്കര ഉറച്ചിട്ടായിരിക്കൂ. ഇത് മറ്റേ 10 നല്ലോണം തുറത്തുന്നുണ്ടേനു അല്ലേ. അത് പറ്റി ഇനി കറക്കത്തിന് ഒരു ടൈറ്റ് അല്ലേ. എനക്ക് അതുകൊണ്ടാന്നല്ലേ ഇത് ചുടുക മടി. ഈ ചില സമയം കറങ്ങി കിട്ടൂല. അത് ഇതിൻ്റെ അകത്ത് കട്ട ഉണ്ടാ എല്ലല്ല. ഇതെന്താന്നാ, ഇത് നമ്മള് പിന്നെ പച്ചരി കുറഞ്ഞിട്ട് വീണ്ടും നമ്മള് പിന്നെ പച്ചരി ഇവിടുന്ന് പൊടിച്ചിട്ട് ചേർത്തി കൊടുത്തിക്കില്ല. അത് അതിൻ്റെ അരിപ്പേ കൊടുങ്ങുന്നേ. അത് തന്നെയല്ലേ കുഞ്ഞുമോളെ. അതാ അത് നോക്കൂല. അത് സോഫ്റ്റ് അല്ലല്ലോ. ഇപ്പം ഞങ്ങള് പച്ചരി കുറഞ്ഞിട്ടൊരു പറ്റും പോലുള്ളത് കൊണ്ട് പച്ചരി തനിയെ വീടുന്ന് പുറത്തേറ്റ് ഞാൻ പൊടിച്ച് ചേർത്തി കൊടുത്തിക്കേ. അതുകൊണ്ടാ. അതല്ല ഇതിൻ്റെ ചെറിയ കണ്ണുകൂടി വരൂലാലോ. എനിക്ക് തിരിക്കില്ലേനു. ഇതെന്നാലെങ്ങനെ തന്നാ ഇഞ്ഞ മറ്റേ അതിലുള്ള അല്ലോ ഇതായിപ്പോയില്ലേ. പത്തി ഇങ്ങെടുത്തോ. വേം ചുട്ടെടുക്കാം നമുക്ക്. പണ്ടാരം പറഞ്ഞിട്ട് ഒന്നും വിട്ടു കൊടുക്കരുത്. തോക്കും തോറും ജയിക്കണം കേട്ടോ. തോക്കും തോറും നമ്മൾ ജയിക്കണം. അതാണ്. പറ്റുന്ന സാധനമില്ല നമ്മളെ. അതവിടെ പോയി അല്ലേ. ഇതിലുള്ള അള്ളാൻ്റെ മക്കളെ, ഇത് ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പാത്രമാണ്. എന്താ നല്ല കലത്തപ്പോ നെയ്യപ്പം എല്ലാം ചുടുവാൻ വേണ്ടിയിട്ട് ഉള്ളി തന്നതല്ല. അയ്യോ എൻ്റെ മക്കളെ. അല്ല അത് അടിച്ചാത്തിൻ്റെ എന്നല്ല കൈ പൂച്ചിപ്പോയി. അതിൻ്റെ അടി ഇതിന് എടുത്തെന്നാൽ അതിൻ്റെ ഉള്ളിൽ പോകണം. അതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ടോ മക്കളെ. ഉണ്ട്. അത് തന്നെയല്ലേ. പച്ചരി ഞാൻ അധികം പൊടിച്ചിക്കൂല. കാരണം വെച്ചാൽ നന്ന സോഫ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ പരത്തി ഇങ്ങെടുത്തിട്ട് നല്ല പത്തിലാക്കി ഇങ്ങെടുത്ത് നല്ല സൂപ്പർ പത്തിലായിരിക്കും. ഒന്നിനും കുറവും വരുത്തണ്ട. കഴിഞ്ഞ മുട്ടക്കറി ആക്കിക്ക്. ഒഴിക്കണല്ലേ. നല്ല ഇറച്ചിക്കറി ഉണ്ട്. അത് ഒഴിച്ചെടുക്കാൻ ക്യാമറയും ഫോൺ കയ്യിൽ വെച്ചാലാണ് കയ്യിൽ താഴെ വെക്കണം. മീനാ ഇത് നമുക്ക് പൊരിക്കല്ലേ. ഇത് ചെറിയ പീസ് ഉണ്ട് ചാറ് വെച്ചോളൂ. എന്നാലും നമുക്ക് അതെല്ലാം പൊരിച്ചെടുക്കുക അല്ലേ. ഇവിടെ എന്ന് പറഞ്ഞാൽ മീൻ വരട്ടിയാലും മീൻ മുളകിട്ടാലും മീൻ ചാറ് വെച്ചാലും മീൻ്റെ കഷ്ണം ആരും കൂട്ടൂല. അതുകൊണ്ട് ഇവിടെ മീൻ കറി വെക്കുക മടിയാ. പൊരിച്ച വേണേ എന്താനും. അതിനാളും തോണി എടുക്കൂ. എന്തെങ്കിലും പച്ചക്കറി വെക്കൂ. പിന്നെ എന്നാലും ഓക്കെ മക്കളെ. ഉരുട്ടിട്ടെല്ലാം കളിക്കട്ടെ. ഇനി 2 കൈ മെനക്കേടണം. എന്നാലാണ് ശരിയാവുള്ളൂ. പാത്തോടെ പോയി വെക്കിനിക്കില്ല. അത് ഇങ്ങനത്തേക്കില്ല. കുളിക്കുക ഇതാക്കാൻ ചെയ്യാനായിട്ട് രാവിലെ നിൽക്കുന്നതല്ലേ. എന്നാ ഓക്കെ മക്കളെ. അങ്ങനെ ഇവിടെ കവറെല്ലാം വെച്ച് കഴിഞ്ഞാൽ എണ്ണാക്കി കഴിഞ്ഞോള് എണ്ണാക്കിയ വേഗം കഴിയും. മോനെ അങ്ങോട്ട് പോട്. മോനെ ബാബേ അങ്ങോട്ട് പോട്. അവസരം വിട്ടിക്കില്ല പോട്. അങ്ങോട്ട് പോട്. അധികം തക്കണ്ട. ഇങ്ങനെ വേണ്ടോ. അധികം പരത്തണ്ട. ഇതാണ് നല്ല. എന്നിട്ട് അടക്ക്. ഇവിടെ അടുപ്പൊന്നും ഒഴിഞ്ഞിക്കില്ല. ഇവിടെ അടുപ്പെല്ലാം ഭയങ്കര തിരക്കില്ല. നമ്മളെ മറ്റേ അടുപ്പ് പോയി കളഞ്ഞ ഇതായിപ്പോയില്ലേ. ഇവിടെ ഭയങ്കര തിരക്കില്ല. അല്ല ആക്കട്ടെ. ആളെ ഇനി ഇങ്ങനെയാണ് ചുടുന്നത്. തോണി പറഞ്ഞാൽ പോറാ നല്ലതെന്ന് പറഞ്ഞേക്ക്. നല്ല നെയ്യും പേട്ടിട്ട് ചുട്ടാൽ ഇതാ കല്ലെല്ലാം ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ട്രൈ ഫാനുകളുണ്ട്, പാത്രങ്ങളുണ്ട്. ചക്ക വെറ്റണം ആക്കണം മറ്റുള്ള. ഇതാ മീൻ പെരക്കട്ടെ. ഇനി മീൻ പെരക്കി വെക്കട്ടെ. ഓക്കെ. ഇതാ നമ്മളെ പാത്തു കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ മിസ്സിങ് ആയ പത്തൽ അടിപൊളിയാക്കിയിട്ടുണ്ട്. മൂത്തോള് പരത്തി കൊടുക്കുകയാണ്. രാജകുമാരി ഇവിടെ ഇരുന്നിട്ടിങ്ങനെ മുട്ട തോല് പൊളിക്കുകയാണ്. ഇതൊന്നും അതിന് തയ്യാറാക്കിയിട്ടില്ല. നല്ല മീൻ ഞാനിവിടെ പെരക്കി വെച്ചിട്ടുണ്ട്.
അയക്കൂറയല്ല, നല്ല വിറ്റാമിൻ പാഞ്ഞു കയറും വിറ്റാമിൻ. പിന്നെ തളാൻ പാമ്പ് മീൻ ജ്യൂസ് അടിക്കണം. ചുട്ട 10 രൂപ. നമ്മൾ അടിപൊളി നമ്മളെ അരീൻ്റെ മിസ്സിങ്ങൾ കണ്ടല്ലോ, നല്ല അടിപൊളി 10 ഉണ്ടാ. എന്താ രസോ. ഇതാ നല്ല കട്ടി കുറച്ചിട്ട് നല്ല നല്ല പൊള്ളുന്നുണ്ട്. നല്ല അടിപൊളി 10-ലാക്കിക്ക് നമ്മൾ നൂൽപുട്ടിനാക്കിയതേനും. ഇപ്പം നൂൽപുട്ടിൻ്റെ ഉള്ളിൽ കൂടി വരുന്നില്ല. ജ്യൂസ് അടിച്ചില്ല. ഇനി വീണി ചസ്ന ഞാനതാക്കും. ഇനി തയ്യാറാക്കിക്കുന്ന നേരെ 6 കാലമായി ഒന്നും കൊണ്ടാച്ചിക്കില്ല. ബാക്കി ഞാൻ ആക്കിക്കോളൂ. ഓക്കെ മക്കൾ, എന്നാൽ കുറച്ച് തിരക്കായാലും കൊണ്ടാക്കട്ടെ. എന്നിട്ട് ആക്കുന്നെല്ലാം കാണിക്കാം. ഓക്കെ, കുട്ടികളെല്ലാവരും പെണ്ണെല്ലാം കളിക്കുന്നുണ്ട്. ഒന്നും തയ്യാറാക്കിയിട്ടില്ല. കുറച്ച് ഭയങ്കര തിരക്കായി പോയി മക്കളെ, നേരെ ഇല്ല. അങ്ങനെ ഇതെല്ലാം റെഡിയാക്കുന്നുണ്ട്. എല്ലാം തിരക്കിലാണ്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവരെല്ലാം പറയുകയാണ് നേരെ ഇല്ല. അങ്ങനെ മരുമോൾ അങ്ങനെ ജ്യൂസ് അടിച്ച് ഒരു ട്രിപ്പ് അടിച്ച് രണ്ടാമത്തെ ട്രിപ്പ് അടിക്കുകയാണ്. അങ്ങനെ പാത്തുവിൻ്റെ ഇങ്ങനെ പരത്തുകയാണ്. പരത്തി അതും കുറച്ച് പണിയിലാണ്. 10-ലെല്ലാം ചുട്ട് നല്ല അടിപൊളി 10-ലെല്ലാം ചുട്ട് വെച്ചിട്ടുണ്ട് പാത്തു. പിന്നെ കുട്ടിയെ കൂടെ ജ്യൂസ് അടിക്കേണ്ട തിരക്കിലാണ്. ഇവിടെ കൊണ്ടാച്ചു കൊണ്ടിരിക്കുന്നതാണല്ലോ. കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞിട്ടില്ല. മേശപ്പുറത്ത് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇവിടെ പിന്നെ എപ്പം ബുക്കും പെന്നും പെൻസിലും ആടെ നിന്നോട്ടെ മോനെ. എന്തിന് എല്ലാം ഇടുന്നോട്ടെ. പിന്നെയും വലിച്ചിട്ട് പിന്നെ ഇപ്പുറം വെക്കുവേനാ. ഇവിടെ എനക്കും എൻ്റെ ചെറിയ 2 മക്കൾക്ക് കൊടുത്ത വീടാ. ഇപ്പം നോക്കുമ്പോൾ ഞങ്ങൾക്ക് സ്ഥലം പോരാ, വലിയ കുടുംബമായി പോയില്ല. ഓക്കെ, എന്നും കൊണ്ടാക്കട്ടെ. മക്കൾക്ക് ജ്യൂസ് കൊണ്ടാച്ചു കൊടുക്കുമ്പോൾ എത്തി നെട്ടോട്ടത്തിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടുകയാണ്. ഗ്ലാസ്സെല്ലാം കഴുകേണ്ട ഭയങ്കര തിരക്കിലാണ്. 10 ഇനിയും ഉണ്ട്. ഇനിയും അതുകൊണ്ട് ഇഷ്ടം പോലെ ഗ്ലാസ്സെല്ലാം എടുത്തിട്ട് കൈവെക്കുകയാണ്. ഞാൻ എന്നാ ഇനി അവരോട് കൂടട്ടെ. ഓക്കെ മക്കളെ, ബായ്. ജ്യൂസും എല്ലാം മേശപ്പുറത്തെത്തി. മറ്റേ ഇതില്ല ഞങ്ങൾക്ക് നാരങ്ങ വെള്ളമൊന്നുമില്ല. ചെറുനാരങ്ങ വെള്ളം, ഉള്ളിയിട്ട വെള്ളമൊന്നും സീന കുറച്ച് ഫ്രിഡ്ജിലുണ്ട്. കുട്ടിയൊക്കെ ഇപ്പം തന്നെ പാർന്ന് വെച്ച് കൊടുക്കണ. അവൻ ഇന്നലെ തട്ടി മറിക്കുന്നു. തട്ടി മറിച്ചിട്ട് നമ്മൾ പണിയും അപ്പണേ മക്കാടെ പിന്നെ ഇവരെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ജ്യൂസ് കൊടുത്തിട്ടില്ല. എല്ലാം ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ജ്യൂസ് കൊടുത്തിട്ടില്ല. ജ്യൂസ് എല്ലാം തട്ടി മറിക്കുന്നുണ്ട്. എല്ലാം വയ്യാണ് കൊടുക്കുകയുള്ളൂ. കുട്ടികൾ ഇന്നലെ കാണിച്ചിട്ട് കമൻറ്റ് ബോക്സ് ഓഫായിപ്പോയി. നമ്മൾ ഉള്ളിയിട്ട വെള്ളം വന്നിട്ടുണ്ട്. നാരങ്ങ വെള്ളം ഇന്ന് വന്നിട്ടില്ല. വേണ്ട കൊടുത്താ ഭക്ഷണത്തിന് മുന്നിൽ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്.